നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പനമരം നീരട്ടാടിപ്പുഴയിൽ ഗുണ്ടിൽപേട്ട സ്വദേശി മുങ്ങി മരിച്ചു. മരിച്ചത് ഗുണ്ടിൽപേട്ടയിലെ മഹേഷ്. രണ്ടുപേരെ രക്ഷാപ്രവർത്തകർ കരക്കെത്തിച്ചു. ജനദ്രോഹ ഭരണത്തെ നേരിടാൻ ഇടതുപക്ഷം ശക്തിപ്പെടണമെന്ന സീതാറാം യെച്ചൂരി. നഗരത്തെ ചുവപ്പണിയിച്ച ബത്തേരിയിൽ യെച്ചൂരിയുടെ റോഡ് ഷോ. കർഷക ആത്മഹത്യ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലമെന്ന MP വീരേന്ദ്രകുമാർ. രാഹുൽ ഗാന്ധിക്ക് 5 കേസുകൾ, തുഷാറിന് 6. ഏറ്റവും കൂടുതൽ കേസുകൾ കെ സുരേന്ദ്രന്. സ്ഥാനാർത്ഥികൾ കേസുകൾ പരസ്യപ്പെടുത്തി. ബിജു കാക്കത്തോട് മത്സരത്തിൽ നിന്നും പിന്മാറി. ഗോത്ര പിന്തുണ തുഷാറിന്. ശക്തിയേറിയ ഇടിമിന്നലിന് സാധ്യത. മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷയും. വിശദമായ വാർത്തകളിലേക്ക്. പനമരം നീരട്ടാടിപ്പുഴയിൽ കർണാടക സ്വദേശി മുങ്ങി മരിച്ചു. ഗുണ്ടിൽപേട്ട സ്വദേശി മഹേഷാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് അപകടം. പുഴയിൽ കാണാതായ മറ്റ് 2 പേരെ രക്ഷാപ്രവർത്തകർ കരക്കേറ്റത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പനമരത്തെ CH റെസ്ക്യൂ ടീം അംഗങ്ങളാണ് പുഴയിൽപ്പെട്ടവരെ രക്ഷിച്ചത്. ജോലി കഴിഞ്ഞ് കുളിക്കാൻ പുഴയിലിറങ്ങിയ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. മരണപ്പെട്ട മഹേഷും രവിയും ഗുണ്ടിൽപേട്ട സ്വദേശികളാണ്. കമ്പളക്കാട് സ്വദേശി നൌഷാദാണ് മൂന്നാമത്തെയാൾ. നൌഷാദിനെ പനമരം CHCയിലും രവിയെ മാനന്തവാടി ജില്ലാശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടവരുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പനമരം CH റെസ്ക്യൂ ടീം അംഗങ്ങളാണ് ഇവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയത്. സിജു സാമുവൽ, വയനാട് വിഷൻ, പടിഞ്ഞാറത്തറ. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ജനദ്രോഹ ഭരണത്തെ നേരിടാൻ ഇടതുപക്ഷം ശക്തിപ്പെടണമെന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി. 2004-ൽ UPIക്ക് പിന്തുണ നൽകിയ ഇടതുപക്ഷത്തിന് ജനപക്ഷത്ത് നിൽക്കാൻ കഴിഞ്ഞെന്നും യെച്ചൂരി പറഞ്ഞു. ബത്തേരിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2004-ൽ രാജ്യം വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് നിലകൊണ്ടത്. അന്ന് കേരളത്തിൽ 18 സീറ്റുകളിൽ ഇടതുപക്ഷത്തെ ജനങ്ങൾ വിജയിപ്പിച്ചു. എന്നാൽ അതിലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത്. അതിനാൽ തന്നെ ഇത്തവണ 20-ൽ 20 സീറ്റും നേടാൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ കർഷകരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ 5 വർഷക്കാലത്തിനിടയിൽ പാലിച്ചിട്ടില്ല. കോർപ്പറേറ്റുകളോട് ഉദാരമനസ്ഥിതിയാണ് പുലർത്തുന്നത്. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർക്ക് 2% നികുതി ചുമത്തിയാൽ കർഷകരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. മോദി പറഞ്ഞ തൊഴിലവസരങ്ങൾ ഒന്നും തന്നെ നടപ്പിലായില്ല. അഴിമതിരഹിത സർക്കാരാണെന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും കൊള്ളയടിക്കാൻ നിയമവിധേയമായ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിക്കുകയാണ്. അംബാനിക്കും അദാനിക്കും വിമാനത്താവളങ്ങൾ മോദി സ്വകാര്യവൽക്കരിച്ചു നൽകി. ഇതിൽ 95% തുകയും BJP അക്കൗണ്ടിലേക്കാണ് പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതാണ് വലിയ അഴിമതിയെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങൾ സവിശേഷമാണ്. യൂറോപ്പിനേക്കാൾ മികച്ച മാനവിക നയങ്ങളാണ് ഇവിടെയുള്ളത്. മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുന്ന ചരിത്രമൂല്യമുള്ള നാടാണ് കേരളം. ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും ഈ മാതൃക കെട്ടിപ്പടുത്തത് ആദ്യമായി സംസ്ഥാനത്ത് ബാലറ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ആളുകൾ ഭാഷയുടെയും ഭക്ഷണത്തിന്റെയും വേഷത്തിന്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു. മോദിക്ക് കേരളത്തിന്റെ സംസ്കാരം ചേരില്ല. ഇന്ത്യയെ രക്ഷിക്കാൻ മുദ്രാവാക്യം മുഴക്കുന്ന മോദി സർക്കാർ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കുകയും ഭരണസ്ഥാപനങ്ങളെ അപമാനിക്കുകയുമാണ് ചെയ്യുന്നത്. CBI, റിസർവ് ബാങ്ക്, CBI, ഇലക്ഷൻ കമ്മീഷനെ അടക്കം കീഴ്പ്പെടുത്തി ഭരണഘടനകളെ ഇല്ലാതാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും യെച്ചൂരി ആരോപിച്ചു. It is the Congress that paved the way, that UPA government that paved the way. If that has to be prevented, if truly the interests and security of our religious minorities has to be protected, then the forces that have the tendency to compromise must be checked. And the only check that can happen is a strong left in parliament. And that is why today, when I say that knowing full well that a Congress will be there in the alternate secular government in 2004, people of Kerala elected 18 LDF MPs and UDF did not win a single MP then.
But Manmohan Singh became the Prime Minister and formed the government. We supported 57 out of the 61 left front MPs were elected by defeating Congress candidates. But after the election, we said in the interest of the country, we will support the alternate secular government. And because of that pressure, that was on the right lines. So if you want this alternate secular government, even to our religious minorities, to our Dalits, to our marginalized people, and to the vast crores of our working people who are exploited by the class policies of the Indian ruling classes, if they want relief today, a stronger left is inevitable. Without that, only an alternate secular government will not deliver. And that is what my appeal to the people of Kerala is. മതേതര മുന്നണിക്ക് നേതൃത്വം നൽകുമെന്ന് പറയുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്തിനാണ് മതേതര മുന്നണിയായ ഇടതുപക്ഷം മത്സരിക്കുന്ന വയനാട് തെരഞ്ഞെടുത്തത്? അദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നത് ബിജെപിക്ക് വേരോട്ടമുള്ള അദ്ദേഹത്തിന്റെ മുത്തശ്ശിയും മാതാവും മത്സരിച്ച കർണാടകയിലെ മണ്ഡലങ്ങളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിർത്തി. വയനാട് ന്യൂസ്, ബത്തേരി. വയനാട് മണ്ഡലത്തിന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് MP വീരേന്ദ്രകുമാർ MPക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, KK ശൈലജ ടീച്ചർ, സ്ഥാനാർത്ഥി PP സുനീർ അടക്കം നിരവധി നേതാക്കൾ സംബന്ധിച്ചു. LDF പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ എത്തി. സമ്മേളന നഗരിയിലേക്ക് ചെറുപ്രകടനമായായിരുന്നു പ്രവർത്തകരുടെ വരവ്. സമ്മേളനത്തിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഇന്നു രാവിലെ മുതൽ തന്നെ LDF ബത്തേരി നിയോജകമണ്ഡലം പൊതുസമ്മേളനത്തിലേക്ക് പ്രവർത്തകർ എത്തി. മുദ്രാവാക്യം മുഴക്കിയും സ്ഥാനാർത്ഥി PP സുനീറിന്റെ ചെറു കട്ടൌട്ടുകൾ കയ്യിലേന്തിയും ചെറുസംഘങ്ങളായാണ് പ്രവർത്തകർ ഗാന്ധി ജംഗ്ഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ സമ്മേളനവേദിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. സമ്മേളനവേദിക്ക് പുറത്തും ആളുകൾ തടിച്ചുകൂടി. തുടർന്ന് 10 മണിയോടെ സമ്മേളനം ആരംഭിച്ചു. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VV ബേബിയുടെ അധ്യക്ഷതയിലാണ് സമ്മേളനം ആരംഭിച്ചത്. തുടർന്ന് ആദ്യം ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സംസാരിച്ചു. പിന്നീട് വേദിയിലെത്തിയ താന്ത്രിക് ലോക് ജനതാദൾ നേതാവ് MP വീരേന്ദ്രകുമാർ MPയും സംസാരിച്ചു. ഇതിനിടെ 11 മണിയോടെ CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി വേദിയിലെത്തി. അദ്ദേഹത്തെ ഹർഷാരവങ്ങളോടെയാണ് ആളുകൾ എതിരേറ്റത്. സ്റ്റേജിലെത്തിയ യെച്ചൂരി സദസ്സിനെ അഭിവാദ്യം ചെയ്യുകയും തുടർന്ന് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുകയും ചെയ്തു. പിന്നീട് 1 മണിക്കൂർ സംസാരിച്ചതിനു ശേഷം റോഡ് ഷോയിലും പങ്കെടുത്തു. ചടങ്ങിൽ മന്ത്രി KK ശൈലജ ടീച്ചർ, സത്യമൊഗേരി, INL അഖിലേന്ത്യാ സെക്രട്ടറി അഹമ്മദ് ദേവർകോവിൽ, CK ശശീന്ദ്രൻ MLA, LDF ജില്ലാ കൺവീനർ KV മോഹനൻ തുടങ്ങിയ നേതാക്കളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബത്തേരി. മതേതര വിശ്വാസങ്ങൾ LDFനൊപ്പമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഇന്ത്യൻ ജനാധിപത്യത്തിലെ അവസാന തെരഞ്ഞെടുപ്പെന്ന് വെല്ലുവിളിക്കുന്ന BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് വേണ്ടെന്നാണ് ആവർത്തിക്കുന്നത്. ഇത് ജനങ്ങളുടെ പരമാധികാരത്തെ ഇല്ലായ്മ ചെയ്യുമെന്നും അദ്ദേഹം ബത്തേരിയിൽ പറഞ്ഞു. വോട്ടവകാശം സംരക്ഷിക്കാനുള്ള ധീരമായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ബത്തേരിയിൽ LDF പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ മുരളീധരനെ ജയിപ്പിക്കാനും തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ ശിവകുമാറിനെ ജയിപ്പിക്കാനും അന്ന് നിങ്ങൾ കാണിച്ച കള്ളക്കളിയുടെ തുടർച്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരം ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. വടകരയിൽ നമുക്കൊരു സ്ഥാനാർത്ഥിയുണ്ടല്ലോ. UDFന്റെ സ്ഥാനാർത്ഥി. എന്താ കരാർ എന്ന് പറയുന്നത്? ഇവിടെ BJP മുരളീധരനെ ജയിപ്പിച്ചാൽ വട്ടിയൂർക്കാവിൽ ഒഴിവ് വന്നാൽ, ആ വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു BJP-കാരനെ അവിടെ നിന്നും നിയമസഭയിലേക്ക് അയക്കും എന്ന കരാറാണ്. ഈ കള്ളക്കളിയും കരാറും നടത്തുന്ന നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മൂലമാണ് കർഷകർ മരിച്ചതെന്നും ഇതിന്റെ കണക്ക് ഇതുവരെ എത്രയെന്ന് പുറത്തുവിട്ടിട്ടില്ലെന്നും MP വീരേന്ദ്രകുമാർ MP. ബത്തേരിയിൽ LDF പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം വീട്ടിലിരുന്ന് ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ. അദാനി, അംബാനിമാരോട് മാത്രമാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. വയനാട് ഇന്ത്യയുടെ വഴികാട്ടിയാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ എന്തെല്ലാം നടക്കുന്ന ഞാൻ കേരളത്തെ പറ്റി പറയാം. ഇവിടെ ഗർവാപ്സി ഉണ്ടല്ലോ. എത്ര ആൾ വയനാട്ടിൽ മരിച്ചു? മരിച്ച കൃഷിക്കാരുടെ കണക്കുണ്ടോ? കഴിഞ്ഞ 3 കൊല്ലമായി മഹാരാഷ്ട്രയിൽ മരിച്ച കൃഷിക്കാരുടെ കണക്കുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിങ്ങളുടെ നയം കൊണ്ടുണ്ടായ ജനങ്ങൾ അനുഭവിക്കേണ്ട ദുരിതത്തിൽ കൃഷിക്കാർ പ്രത്യേകിച്ചും എത്ര ആളുകൾ മരിച്ചു?
എൻ്റെ കണക്കൊന്നും പുറത്തു വിട്ടിട്ടില്ല. ബത്തേരി നഗരത്തെ ചുവപ്പണിയിച്ച് LDF റോഡ് ഷോ. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ ആയിരങ്ങൾ അണിനിരന്നു. വയനാട്ടിൽ പോരാട്ടം കനക്കുകയാണ്. UDF-നെ LDF ശക്തമായ രീതിയിൽ തന്നെയാണ് പ്രതിരോധിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച മണ്ഡലത്തിൽ വലിയ തോതിലുള്ള മത്സരം തന്നെയാണ് LDF തുറന്നു വെക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ പരിപാടിക്ക് അതേ നാളിൽ തന്നെ ബത്തേരിയിൽ തന്നെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് LDF. ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കുകയാണ് LDF. ഈ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള മത്സരം തന്നെയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്ന വയനാട്ടിൽ പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് LDF-ന്റെ നീക്കം. പ്രത്യേകിച്ച് UDF-ന്റെ ഒരു പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ വലിയ തോതിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കായിരുന്നു പിന്നീട് പോയിരുന്നത്. എന്നാൽ വലിയ തോതിൽ LDF പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം കൊണ്ട് വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുന്ന പരിപാടികളായി മാറ്റുകയാണ്. പ്രത്യേകിച്ച് ആയിരങ്ങളെ അനുവദിച്ചുകൊണ്ട് ബത്തേരിയെ ചെങ്കടലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രകടനം മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ആവേശകരമായ പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് LDF-ന്റെ നീക്കം. വരും ദിവസങ്ങളിലും പ്രചരണ പരിപാടികളിൽ വലിയ തോതിലുള്ള ആവേശത്തോടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ പരമാവധി പങ്കെടുപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി കാണിക്കുന്ന മാർഗമാക്കി തീർക്കാൻ തന്നെയാണ് LDF-ന്റെയും UDF-ന്റെയും ശ്രമം. ഇതുകൊണ്ട് തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലം വലിയ തോതിലുള്ള ആവേശകരമായ മത്സരമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബത്തേരി ഗാന്ധി ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനത്തിനു ശേഷം ഉച്ചയ്ക്ക് 12:15 റോഡ് ഷോ ആരംഭിച്ചത്. സമ്മേളന നഗരിയുടെ മുന്നിൽ നിന്നുമാണ് റോഡ് ഷോ തുടങ്ങിയത്. തുറന്ന ജീപ്പിൽ CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സ്ഥാനാർത്ഥി PP സുനീർ, മന്ത്രി KK ശൈലജ ടീച്ചർ, CK ശശീന്ദ്രൻ MLA, CPM ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ അടക്കം നേതാക്കൾ തുറന്ന ജീപ്പിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. മുന്നിൽ നാസിക് ഡോളിന്റെ അകമ്പടിയോടെയാണ് റോഡ് ഷോ തുടങ്ങിയത്. ഗാന്ധി ജംഗ്ഷനിൽ നിന്നും റഹീം മെമ്മോറിയൽ വൺ വേ റോഡ് വഴി അസംഷൻ ജംഗ്ഷനിലെത്തി. തുടർന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് നഗരസഭയ്ക്ക് മുന്നിലൂടെ ട്രാഫിക് ജംഗ്ഷനിലെത്തിയ റോഡ് ഷോ ചുങ്കത്തെത്തി സമാപിച്ചു. റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും ആയിരങ്ങളാണ് അണിനിരന്നത്. ന്യൂസ് ബ്യൂറോ, ബത്തേരി. LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വൈത്തിരിയിൽ വനിതാ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വൈത്തിരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള 100ഓളം വനിതകളാണ് ജാഥയിൽ പങ്കെടുത്തത്. വാദ്യമേളത്തോടുകൂടിയായിരുന്നു ഘോഷയാത്ര സംഘടിപ്പിച്ചത്. വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് V ഉഷാകുമാരി, ഉഷ ജ്യോതിദാസ്, ഷൈനി ഉദയകുമാർ, TV സവിത, ബീന പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. CITU വിളംബര ജാഥ നടത്തി. LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ പ്രചരണാർത്ഥം CITU ബത്തേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിളംബര റാലി നടത്തിയത്. PR ജയപ്രകാശ്, PK രാമചന്ദ്രൻ, KC യോഹന്നാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശാരീരിക അവശതകളുടെ പരിമിതികളും മറികടന്ന് LDF സ്ഥാനാർത്ഥി PP സുനീറിന് വോട്ട് തേടി ഭിന്നശേഷിക്കാരുടെ മുച്ചക്ര വാഹന റാലി. DAWF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുച്ചക്ര വാഹന റാലി നടത്തിയത്. രാവിലെ ബത്തേരിയിൽ നിന്നും മാനന്തവാടിയിൽ നിന്നുമായി ആരംഭിച്ച റാലി കൽപ്പറ്റയിൽ അവസാനിച്ചു. ജില്ലാ സെക്രട്ടറി KV മോഹനൻ, ട്രഷറർ PG ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. KV മത്തായി, KP ജോർജ്, ED ഗജേന്ദ്രൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. കോൺഗ്രസ് ഭരണകർത്താക്കളും അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് വളരെ ഖേദത്തോടെ ജനങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഗൗരവമുള്ള തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാരനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിനിധികൾ പാർലമെന്റ് അകത്ത് വരണം. സ്ഥാനാർത്ഥികൾ കേസുകൾ സംബന്ധിച്ച വിവരങ്ങളുടെ പത്രപരസ്യം നൽകി തുടങ്ങി. രാഹുൽ ഗാന്ധിക്ക് 5ഉം തുഷാർ വെള്ളാപ്പള്ളിക്ക് 6ഉം കേസുകൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകളുള്ള സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന K സുരേന്ദ്രൻ. കേസുകൾ സംബന്ധിച്ച വിവരം പരസ്യപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശമനുസരിച്ച്.
വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കെതിരെ 5 കേസുകൾ ഉണ്ടെന്നാണ് പത്രപരസ്യം മുഖാന്തരം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 2 കേസുകൾ തീർപ്പാക്കി. അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനടക്കമാണ് മറ്റു കേസുകൾ. വയനാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ 6 കേസുകളുണ്ട്. ഈ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും മൈക്രോ ഫിനാൻസ് കേസും ഇതിൽ പെടും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുള്ള സ്ഥാനാർത്ഥി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രനാണ്. കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ 4 പേജുകളിലാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. 240 കേസുകളുണ്ട് സുരേന്ദ്രന്റെ പേരിൽ. ഇതിൽ 63 കേസുകൾ കൊല്ലം ജില്ലയിലാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് സുരേന്ദ്രന്റെ കേസുകൾ. ഹർത്താൽ ദിനത്തിൽ പൊതുമുതൽ നശിപ്പിച്ചുവെന്ന കേസും ഇതിൽപ്പെടും. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. ഈ മാസം 20-ന് പുൽപ്പള്ളിയിൽ നടക്കുന്ന UDFന്റെ കർഷക കൺവെൻഷൻ അഖിലേന്ത്യാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. 20-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന കൺവെൻഷനിൽ 10,000-ഓളം കർഷകർ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ നിയോജകമണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രിയപ്പെട്ട AICC ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ശനിയാഴ്ച 2 മണിക്ക് പഴശ്ശിരാജ കോളേജ് ഗ്രൗണ്ടിൽ അവിടെ ഹെലിപ്പാഡ് പ്രത്യേകം സജ്ജമാക്കിയ ഹെലിപ്പാഡിൽ ഇറങ്ങുകയും അതിനുശേഷം 2:10-ന് ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള മൈതാനത്ത് അവർ കർഷകരെയും മറ്റുള്ള പൊതുസമൂഹത്തെയും അഭിസംബോധന ചെയ്യും. ഈ കൂട്ടായ്മയിൽ കർഷകരുടെ ആത്മഹത്യ ചെയ്ത കർഷകരുടെ ഭാര്യമാർ, അവരുടെ വിധവമാർ അടക്കമുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിക്ക് മുമ്പിൽ അവതരിപ്പിക്കും. 10,000-ഓളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 20-ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പുൽപ്പള്ളി ടൗണിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പുൽപ്പള്ളി CI സുരേഷ് കുമാർ പറഞ്ഞു. പുൽപ്പള്ളി ടൗണിൽ ട്രാഫിക് റെഗുലേഷൻ നടത്തുന്നുണ്ട്. ട്രാഫിക്കിലെ മുള്ളംകൊല്ലി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ, ഈ സമ്മേളനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുടെ വണ്ടികൾ വന്നിട്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് അനശ്വര ജംഗ്ഷനിൽ നിർത്തിയിട്ട് അവിടെ ആളെ ഇറക്കിയിട്ട് അവിടെ തിരിഞ്ഞ് സെൻറ്റ് ജോസഫ് ആലപ്പാറ റോഡിലെ സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം. അതുകൂടാതെ ഇങ്ങേ ഭാഗത്ത് വരുന്ന ഈ ബത്തേരി ഭാഗത്ത് വരുന്ന വണ്ടികൾ നേരെ വന്ന് മരിയ ജംഗ്ഷനിൽ വന്ന് അവിടെ ആളെ ഇറക്കിയിട്ട് അവിടെ തിരിഞ്ഞ് വിജയ സ്കൂൾ ഗ്രൗണ്ടിൽ പോയി പാർക്ക് ചെയ്യണം. അത് ചെറിയ വണ്ടികളെല്ലാം തന്നെ ഈ ഗ്രൗണ്ടിലും, വലിയ വണ്ടികൾ ഹെവി വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ ആ വണ്ടികൾ നേരെ സെൻറ് മേരീസ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ പോയിട്ട് പാർക്ക് ചെയ്യേണ്ടത്. പുൽപ്പള്ളിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് SPG സംഘത്തിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗവും പരിശോധനയും നടത്തി. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് ഗ്രൗണ്ടും സീതാദേവി ക്ഷേത്ര മൈതാനി ഉൾപ്പെടെ സ്ഥലങ്ങളാണ് വിവിധ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചത്. പ്രിയങ്ക ഗാന്ധി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പഴശ്ശിരാജ കോളേജ് ഗ്രൗണ്ടും വിവിധ സംഘം പരിശോധിച്ചു. മാനന്തവാടി ASP വൈഭവ് സക്സേന, SPG SP സച്ചിൻ, DYSPമാരായ സുനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. തുടർന്ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മേപ്പാടി നെടുമ്പാല UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. നെടുമ്പാല എസ്റ്റേറ്റ് ലീഫ് ഷെഡിലായിരുന്നു പരിപാടി. KPCC എക്സിക്യൂട്ടീവ് അംഗം ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. KC ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അഷ്റഫ്, ഹംസ, രാജു എന്നിവർ സംസാരിച്ചു. UDYF വൈത്തിരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ലക്കിടി മുതൽ ചുണ്ട വരെ ബൈക്ക് റാലി നടത്തി. 100ഓളം ബൈക്കുകളാണ് റാലിയിൽ അണിനിരന്നത്. ലക്കിടിയിൽ നിന്ന് ആരംഭിച്ച റാലി UDF കൺവീനർ സലീം മേമന ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP സലീം അധ്യക്ഷനായിരുന്നു. A വർഗീസ്, രാമചന്ദ്രൻ, ഷാജി കുന്നത്ത്, ഷഹീർ, പോൾസൺ, നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. വയനാട് മണ്ഡലത്തിലെ ഗോത്ര സ്ഥാനാർത്ഥി ബിജു കാക്കത്തോട് മത്സര രംഗത്തു നിന്ന് പിന്മാറി. തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ബിജു കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20ഓളം ഗോത്രവർഗ സംഘടനകളുടെ കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയായാണ് ബിജു കാക്കത്തോട് നാമനിർദ്ദേശ പത്രിക നൽകിയത്. വാർത്താസമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയും BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് വാസുവും പങ്കെടുത്തു. എന്നിരുന്നാലും ഇപ്പോൾ ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങൾ ആദിവാസി തലത്തിലാണെങ്കിലും മറ്റു അടിസ്ഥാന വികസന കാര്യത്തിൽ ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന NDAയുടെ ബഹുമാനായിട്ടുള്ള സ്ഥാനാർത്ഥിയും BDJSന്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി സാർ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, കാരണം മത്സര രംഗത്തു നിന്നും സൗഹൃദപൂർവ്വം പിന്മാറിക്കൊണ്ട് ആദിവാസി മേഖലയിലെ വോട്ടുകൾ, ഞങ്ങൾ നേടുന്ന വോട്ടുകളടക്കം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പാർലമെന്റിൽ എത്തിക്കുന്ന ഒരു പ്രചരണ പരിപാടികൾക്കാണ് ഇനി തുടക്കം കുറിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ
അതിന് വലിയൊരു മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ദക്ഷിണേന്ത്യയിൽ രക്ഷകവേഷം കെട്ടുന്ന രാഹുൽ ഗാന്ധിയും കാവൽക്കാരന്റെ കുപ്പായമണിഞ്ഞ മോദിയും കോമാളികളല്ല, ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളാണെന്ന് കുറ്റപ്പെടുത്തി കൽപ്പറ്റയിൽ വീണ്ടും മാവോയിസ്റ്റ് ലഘുലേഖ. തപാൽ മാർഗം കൽപ്പറ്റ വയനാട് പ്രസ് ക്ലബിലാണ് ലഘുലേഖ എത്തിയത്. ബിജെപിയും കോൺഗ്രസും കപട ഇടതുപക്ഷവും ഒരേ തൂവൽ പക്ഷികളാണെന്ന CPI മാവോയിസ്റ്റ് നാടുകാണി ഏരിയ സമിതിയുടെ പേരിലാണ് ലഘുലേഖ. മുമ്പ് വന്ന 2 തപാൽ ലഘുലേഖയിലും പോലെ ഇതിലും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനമുണ്ട്. വയനാട് വിഷൻ, കൽപ്പറ്റ. വേനൽമഴയോടനുബന്ധിച്ച് ശക്തമായ ഇടിമിന്നലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ രാത്രി 8 മണി വരെ 5 ദിവസം ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം. ഇടിമിന്നലുള്ള സമയങ്ങളിൽ വീടിന്റെ ടെറസിലോ മുറ്റത്തോ ഇറങ്ങരുതെന്നും തുറസായ സ്ഥലത്ത് കുട്ടികളെ കളിക്കാൻ വിടരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. മിന്നൽ സമയങ്ങളിൽ മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുതെന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യരുതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. വയനാടിന്റെ പരിസ്ഥിതിക്ക് ഒരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെ വയനാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുമെന്ന് നറുകര ഗോപി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് നറുകര ഗോപി. വയനാടിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രത്യേക നിയമം കൊണ്ടുവരിക, മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി നൽകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് താൻ മത്സരിക്കുന്നതെന്നും ഗോപി പറഞ്ഞു. 10,000-കണക്കിന് ഏക്കർ വനത്തിലെ സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റി അവിടെ തേക്ക് നട്ടുപിടിപ്പിച്ചത് സ്റ്റേറ്റ് ഗവൺമെൻറ്. 400ഓളം വരുന്ന അനധികൃത കോറികൾ നടത്തിയിരുന്നത് സ്റ്റേറ്റ് നേരിട്ടാണ്. ഇപ്പോൾ പോലും എക്സർവേഷൻ കോളനിയിലെ 13,000-ഓളം വീട്ടുമരങ്ങൾ നേരിട്ട് വെട്ടിവിറ്റത് സ്റ്റേറ്റാണ്. അതുപോലെ തന്നെ 1000-കണക്കിന് ഏക്കർ വയൽ പൂർണ്ണമായിട്ട് നികത്തപ്പെടുകയും നെൽകൃഷി ഉപേക്ഷിക്കാനും കാരണമായത് സ്റ്റേറ്റിൻ്റെ കാർഷിക നയമാണ്. ഇതുകൊണ്ടെല്ലാം തന്നെ വയനാടിന്ന് അങ്ങേയറ്റം പാരിസ്ഥിതികമായ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നു. 2ാം ഘട്ടത്തിലാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നത്. പന്തല്ലൂർ താലൂക്കിലെ വിവിധ ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. അതിർത്തി സംസ്ഥാനമായ തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിവരെ നീലഗിരി മണ്ഡലത്തിൽ 32% പേർ വോട്ട് ചെയ്തു. തോട്ടം മേഖലയിൽ നിന്നടക്കം ആളുകൾ എത്തുന്നത് കുറഞ്ഞതാണ് പോളിംഗ് മന്ദഗതിയിലാകാൻ കാരണമെന്നാണ് നിഗമനം. മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് കനത്ത കാവലും ഏർപ്പെടുത്തിയിരുന്നു. പന്തല്ലൂർ താലൂക്കിലെ ചേരമ്പാടി, കണ്ണംവയൽ, മണ്ണാത്തിവയൽ, പാട്ടവയൽ തുടങ്ങിയ ബൂത്തുകളിലാണ് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് STF, NSV സേനകളെ നിയോഗിച്ചത്. വയനാട് വിഷൻ, ചീരാൽ. അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളിലും കാൽകഴുകൽ ശുശ്രൂഷകളിലും ആയിരങ്ങൾ പങ്കെടുത്തു. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മകളും ക്രൈസ്തവ ദേവാലയങ്ങളിൽ പങ്കുവച്ചു. പട്ടാണിക്കൊപ്പ് ഉണ്ണീശോ ദേവാലയത്തിൽ ഫാദർ സിബിച്ചൻ ചേലക്കാപ്പള്ളിയും, മുളൻകുലി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ ചാണ്ടി പൂനക്കാട്ടും, മരക്കടവ് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫാദർ മാത്യു പൈക്കാട്ടും, പുൽപ്പള്ളി തിരുഹൃദയ ദേവാലയത്തിൽ ഫാദർ ജോസ് മുണ്ടയ്ക്കലും, അമരക്കുനി സെന്റ് ജൂഡ് ദേവാലയത്തിൽ ഫാദർ ജോയി പിണക്കാട്ടുപറമ്പിലും, പാടിച്ചിറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ തോമസ് പരന്തനൂരിലും, ശിശുമല ഉണ്ണീശോ പള്ളിയിൽ ഫാദർ ജോസ് കൊട്ടായിലും, കബനിഗിരി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ തോമസ് പൊൻതൊട്ടിയിലും കാൽക്കഴുകൽ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പറളിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന് പ്രത്യേക പ്രാർത്ഥനയും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. ഫാദർ ജോൺ കപ്പ്യാരുമലയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പടിഞ്ഞാറത്തറ അരമ്പറ്റക്കുന്ന് സെന്റ് ജോസഫ് ദേവാലയത്തിൽ കാൽക്കഴുകൽ ശുശ്രൂഷകൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കും ഫാദർ അലക്സ് കളപ്പുരയ്ക്കൽ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. തിന്മയകറ്റി നന്മയുടെ വെളിച്ചം വീശുന്നതാവണം ഓരോ കാൽക്കഴുകൽ ശുശ്രൂഷയെന്നും മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. മാനന്തവാടി കണിയാരം കത്തീഡ്രലിൽ പെസഹ സന്ദേശത്തിലാണ് പിതാവ് ഇക്കാര്യം സൂചിപ്പിച്ചത്. എളിമയുടെ സന്ദേശമാവണം ഓരോ പെസഹ വ്യാഴമെന്നും ജോസ് പൊരുന്നേടം. യേശുദേവൻ ശിഷ്യന്മാരുടെ കാല് കഴുകിയതിലൂടെ എളിമയുടെ സന്ദേശമാണ് നൽകിയത്. അതുപോലെ താഴ്മയുടെയും എളിമത്വത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാവണം ഓരോ കാൽക്കഴുകൽ ശുശ്രൂഷയെന്നും പിതാവ് മാർ ജോസ് പൊരുന്നേടം പറഞ്ഞു. ഈ ലോകത്തെ രക്ഷകനായിട്ട് മാറുവാൻ കഴിയുമെന്നാണ് പ്രിയമുള്ളവർക്ക് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടി നമ്മുടെ
ഇടവക വികാരി ഫാദർ പോൾ മുണ്ടോലിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തവിഞ്ഞാൽ യവനാർകുളം സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ ജിമ്മി മൂലയിലും കരുമാനി ഉണ്ണീശോ പള്ളിയിൽ ജിൽസ് ഞവരക്കാട്ടും കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. താലൂക്കിലെ വിവിധ ദേവാലയങ്ങളിലും പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. വയനാട് വിഷൻ, മാനന്തവാടി. ചിയമ്പം മാർ ബസേലിയോസ് ദേവാലയത്തിൽ പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് നടന്ന ശുശ്രൂഷകൾക്ക് അഭിവന്ദ്യ സക്കറിയാസ് മോർ പോളികാർപ്പസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മലബാർ ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരുടെയും സഹകാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷ നടന്നത്. സെഹിയോൻ മാളികയിൽ ഈശോ ശിഷ്യർക്കായി പെസഹ ഒരുക്കിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് കാൽക്കഴുകൽ ശുശ്രൂഷ നടന്നത്. ഫാദർ ഷൈജൻ കുര്യാക്കോസ്, ഫാദർ ബൈജു മനയത്ത് എന്നിവർ നേതൃത്വം നൽകി. മാനന്തവാടിയിൽ താൽക്കാലിക സംവിധാനത്തിൽ മത്സ്യമാംസ മാർക്കറ്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. മാനന്തവാടി എരുമത്തെരുവിൽ തലശ്ശേരി റോഡിനരികിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് മാർക്കറ്റ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലെ നഗരസഭയുടെ മാർക്കറ്റ് മാലിന്യ പ്ലാന്റ് സംവിധാനം പൂർത്തീകരിക്കാത്തതിനാൽ സബ് കളക്ടർ ഉത്തരവിനെ തുടർന്ന് നഗരസഭ അടച്ചുപൂട്ടിയിരുന്നു. മാർക്കറ്റ് പൂട്ടിയതിനെതിരെ മത്സ്യവ്യാപാരികൾ പ്രക്ഷോഭം നടത്തിയിരുന്നു. നഗരസഭ മുൻകൈയെടുത്ത് മാർക്കറ്റിനായി താൽക്കാലിക സംവിധാനം ഒരുക്കിയതോടെയാണ് മാനന്തവാടിയിൽ വീണ്ടും മത്സ്യമാംസ മാർക്കറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. മാനന്തവാടി മൈസൂർ റോഡിൽ ചെറ്റപ്പാലത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. എടവക പന്നിച്ചാൽ ചതുപ്പേരി സിയാദ്, അമ്പലവേൽ പൂണേലി ജെയിംസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവർക്കും കാലിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ സിയാദിനെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മാനന്തവാടി ഭാഗത്തു നിന്നും ചെറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ എതിരെ വന്ന കർണാടക രജിസ്ട്രേഷൻ കാർ ഇടിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന. ഇന്ന് രാവിലെ 10:30-ഓടെയാണ് സംഭവം. പരിക്കേറ്റ ഇരുവരും മാനന്തവാടിയിലെ പച്ചക്കറിക്കടയിൽ ജീവനക്കാരാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പനമരം നീരട്ടാടിപ്പുഴയിൽ ഗുണ്ടിൽപേട്ട സ്വദേശി മുങ്ങി മരിച്ചു. മരിച്ചത് ഗുണ്ടിൽപേട്ടയിലെ മഹേഷ്. 2 പേരെ രക്ഷാപ്രവർത്തകർ കരക്കെത്തിച്ചു. ജനദ്രോഹ ഭരണത്തെ നേരിടാൻ ഇടതുപക്ഷം ശക്തിപ്പെടണമെന്ന സീതാറാം യെച്ചൂരി. നഗരത്തെ ചുവപ്പണിയിച്ച ബത്തേരിയിൽ യെച്ചൂരിയുടെ റോഡ് ഷോ. കർഷക ആത്മഹത്യ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലമെന്ന MP വീരേന്ദ്രകുമാർ. രാഹുൽ ഗാന്ധിക്ക് 5 കേസുകൾ, തുഷാറിന് 6. ഏറ്റവും കൂടുതൽ കേസുകൾ കെ സുരേന്ദ്രന്. സ്ഥാനാർത്ഥികൾ കേസുകൾ പരസ്യപ്പെടുത്തി. ബിജു കാക്കത്തോട് മത്സരത്തിൽ നിന്നും പിന്മാറി. ഗോത്ര പിന്തുണ തുഷാറിന്. ശക്തിയേറിയ ഇടിമിന്നലിന് സാധ്യത. മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽകഴുകൽ ശുശ്രൂഷയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.